ഹലോ ഫ്രണ്ട്സ്, നമ്മളൊക്കെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നല്ല നല്ല ഹോട്ടലുകളിൽ നിന്നും കിട്ടുന്ന പ്രത്യേക രുചിയുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ഇല്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുപോണേ. അതുപോലെ നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായി 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനൊത്ത് ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തുക. റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി വെക്കണം. അതിനായി മിക്സർ ജാറിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ഇഞ്ച് നീളത്തിൽ 3 പീസ് കറുകപ്പട്ട ചേർക്കാം. 6-7 ഗ്രാമ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് വേണ്ടത് 10-12 ചുവന്നുള്ളി അല്ലികളാണ്. ഇത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരക്കണം. ഇതുപോലെ അരച്ചെടുക്കണേ. ഇനി ചിക്കൻ വേവിക്കുന്നതിനുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കണം. അതിനായി കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയത്ത് 2 വലിയ സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിൽ സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. സവാള ഇവിടെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും മസാലയും നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ ഒരു ചെറിയ കപ്പ് ചൂടുവെള്ളം ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അങ്ങനെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം. ചിക്കനിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് വേണം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ. എന്നിട്ട് ഇതിൻ്റെ ചാറ് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാറെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം ഈ ഗ്രേവിയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ ചിക്കൻ പീസസ് എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓരോ പീസും എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. ചിക്കൻ പീസസ് എല്ലാം മാറ്റി ബാക്കി വന്നിട്ടുള്ള ഗ്രേവിയാണിത്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം തക്കാളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമ്മൾ ആദ്യം തന്നെ സവാള വഴറ്റിയെടുത്തില്ലേ, സവാള വഴറ്റിയ ശേഷം പൊടിയായിട്ട് എരിഞ്ഞ തക്കാളി 2 ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഇനി ചിക്കൻ പീസസ് എല്ലാം നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ചിക്കൻ പീസസ് എല്ലാം വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഓരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ വറുത്ത് കോരാൻ. അതുപോലെ 2 സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ മുരിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിം വെക്കുക. കാരണം ഇത് ഗ്രേവിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കോരുക. ഇതുപോലെ റെഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം.
ചിക്കൻ എല്ലാം ഞാൻ ഇതുപോലെ വറുത്ത് കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന എണ്ണയിൽ നമ്മൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് വഴറ്റി കൊടുക്കണം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. ചിക്കൻ വറുത്ത് കോരി ബാക്കി വന്നിട്ടുള്ള എണ്ണയാണിത്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വിനാഗിരി ചേർത്ത് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. ഗ്രേവി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഗ്രേവി ഇവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഈ ഗ്രേവി എല്ലാം ഒന്ന് പറ്റി പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വേണ്ടത് നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഗ്രേവിയുടെ കളറെല്ലാം മാറി നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കടകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഈ ക്രിസ്മസിന് തയ്യാറാക്കി നോക്കണം. എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ടെസ്റ്റ് ആൻഡ് ടേസ്റ്റഡ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരും വരെ താങ്ക് യു. ബൈ.